ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ കമ്പ്യൂട്ടർ പാഠപുസ്തകത്തിലെ 7ാമത്തെ അധ്യായമായ കമ്പ്യൂട്ടറിലെ പരീക്ഷണശാല എന്ന പാഠഭാഗത്തുള്ള മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, ജ്യാമിതീയ പഠനത്തിന് സഹായകരമായ സോഫ്റ്റ്വെയർ ഏതാണ്? ജ്യാമിതീയ പഠനത്തിന് അഥവാ ഗണിത പഠനത്തിന് സഹായകരമായ സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ടൂളുകളും അവയുടെ ഉപയോഗങ്ങളും. സമാന്തരങ്ങളും ലംബങ്ങളും. ആദ്യം കാണുന്നത് സമാന്തര വരകൾ വരയ്ക്കാനുള്ള ടൂളാണെന്ന് മനസ്സിലാക്കുക. പാരലൽ ലൈൻ ടൂളാണത്. രണ്ടാമത്തത് ലംബം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് പെർപെൻഡിക്കുലർ ലൈൻ. ഇത് പോയിൻ്റ് ടൂളാണ്, ഒരു ബിന്ദു അടയാളപ്പെടുത്താൻ. അടുത്തത് ആംഗിൾ ടൂൾ, കോൺ അളക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ആംഗിൾ ടൂൾ. നെക്സ്റ്റ് ആംഗിൾ വിത്ത് ഗിവൺ സൈസ്, കൃത്യമായ അളവിലുള്ള കോൺ വരയ്ക്കാനാണ് ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ടൂൾ, രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ടൂൾ. നെക്സ്റ്റ് ഇൻ്റർസെക്റ്റ് ടൂൾ, സംഗമബിന്ദു കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഇൻ്റർസെക്റ്റ് ടൂള്. നെക്സ്റ്റ് മിഡ് പോയിൻ്റ് ഓർ സെൻറ്റർ, മധ്യബിന്ദു കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടൂളാണ് മിഡ് പോയിൻ്റ് ഓർ സെൻറ്റർ ടൂൾ. അടുത്തത് മൂവ് ടൂൾ, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുവാനും അതിൻ്റെ സ്ഥാനം മാറ്റാനും ഉപയോഗിക്കുന്ന ടൂളാണ് മൂവ് ടൂൾ. അടുത്തത് ലൈൻ ടൂൾ, രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന രണ്ടു വശങ്ങളിലേക്കും നീളുന്ന വര വരയ്ക്കാനാണ് ലൈൻ ടൂൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സെഗ്മെൻറ്റ് ടൂൾ, രേഖാഖണ്ഡം വരയ്ക്കാൻ. രണ്ട് നിശ്ചിത ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വര വരയ്ക്കാനാണ് സെഗ്മെൻറ്റ് ടൂള് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്ലൈഡർ ടൂളാണ്. ഇത് അളവുകൾ മാറ്റാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ജിയോജിബ്ര ടൂളിൻ്റെ ഉപയോഗം എന്താണ്? ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. സമാന്തരം വരയ്ക്കുന്നതിന്, ചതുരം വരയ്ക്കുന്നതിന്, ലംബം വരയ്ക്കുന്നതിന്, വൃത്തം വരയ്ക്കുന്നതിന്. ഇതിൻ്റെ ശരിയായ ആൻസർ ലംബം വരയ്ക്കുന്നതിന് എന്നതാണ്. അടുത്ത ചോദ്യം, ഈ ജിയോജിബ്ര ടൂളിൻ്റെ ഉപയോഗം എന്ത്? ഓപ്ഷൻ എ ബഹുഭുജം വരയ്ക്കുന്നതിന്, ഓപ്ഷൻ ബി ലംബം വരയ്ക്കുന്നതിന്, ഓപ്ഷൻ സി വൃത്തം വരയ്ക്കുന്നതിന്, ഓപ്ഷൻ ഡി കോൺ വരയ്ക്കുന്നതിന്. ശരിയായ ആൻസർ ബഹുഭുജം വരയ്ക്കുന്നതിനാണ് ഈ ഒരു ടൂളായ പോളിഗൺ ടൂൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.